ഈ വർഷം ഇനി നടക്കാനിരിക്കുന്ന ഒരേ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേത്. ബീഹാറിലെ 243 അംഗ നിയമസഭയിലേക്ക് ഈ വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യത്തെ ജില്ല ഗഗാരിയയാണ്. ഗഗാരിയയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ ഒരു സീറ്റ് BJP JDU സഖ്യമായ NDA സഖ്യവും, 2 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് ഇടത് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും, ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ജഹാനാബാദ് ആണ്. ജഹാനാബാദിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ ഒരു സീറ്റ് വരെ JDU BJP സഖ്യമായ NDA സഖ്യവും, 3 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് ഇടത് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും, ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പശ്ചിമ ചമ്പാരനാണ്. പശ്ചിമ ചമ്പാരനിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും, 3 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് ഇടത് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരനാണ്. ഈസ്റ്റ് ചമ്പാരനിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ NDA സഖ്യവും, 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും, ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശിവർ ആണ്. ശിവറിൽ ഒരു സീറ്റാണുള്ളത്. ആ ഒരു സീറ്റ് മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. ബീഹാറിലെ അടുത്ത ജില്ല അർവാളാണ്. അർവാളിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ബക്സർ ആണ്. ബക്സറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും, 2 സീറ്റുകൾ വരെ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മുസാഫർപൂർ ആണ്. മുസാഫർപൂരിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ NDA സഖ്യവും, 6 സീറ്റുകൾ വരെ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബങ്കയാണ്. ബങ്കയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും, 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കതിഹാർ ആണ്. കതിഹാറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും, 4 സീറ്റുകൾ വരെ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും, ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പൂർണിയ ജില്ലയാണ്. പൂർണിയ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും, 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല അരാരിയയാണ്. അരാരിയ ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും, 4 സീറ്റുകൾ വരെ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സുപോൾ ആണ്. സുപോളിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും, 2 സീറ്റുകൾ വരെ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും, ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗയയാണ്. ഗയ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ NDA സഖ്യവും, 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മധേപുരയാണ്. മധേപുരയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും, 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശരണാണ്. ശരൺ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും, 6 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD ഇടത് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ജാമുയിയാണ്. ജാമുയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും, 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഔറംഗാബാദ് ആണ്. ഔറംഗാബാദ് ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ
2 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD ഇടത് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗോപാൽഗഞ്ചാണ്. ഗോപാൽഗഞ്ചിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ NDA സഖ്യവും 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഭോജ്പൂരാണ്. ഭോജ്പൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബഗുസരായി ആണ്. ബഗുസരായി ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പട്നയാണ്. പട്ന ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ NDA സഖ്യവും 6 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നളന്ദയാണ്. നളന്ദ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മധുബനിയാണ്. മധുബനി ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ NDA സഖ്യവും 6 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നവാഡയാണ്. നവാഡ ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഷെയ്ഖ്പുരയാണ്. ഷെയ്ഖ്പുരയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് NDA സഖ്യവും 1 സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സമസ്തിപൂരാണ്. സമസ്തിപൂർ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ NDA സഖ്യവും 6 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വൈശാലിയാണ്. വൈശാലി ജില്ലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ NDA സഖ്യവും 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ലഖിസറായി ആണ്. ലഖിസറായിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും NDA സഖ്യം നേടാനാണ് സാധ്യത. ഇന്ത്യ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. ബീഹാറിലെ അടുത്ത ജില്ല മുൻഗറാണ്. മുൻഗറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല കൈമൂറാണ്. കൈമൂർ ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് NDA സഖ്യവും 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സർഹാസയാണ്. സർഹാസയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല റോഹത്താസ് ആണ്. റോഹത്താസിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കിഷൻഗഞ്ചാണ്. കിഷൻഗഞ്ചിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ NDA സഖ്യത്തിന് സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല. ഇന്ത്യ സഖ്യം 3 സീറ്റുകൾ വരെയും മറ്റു കക്ഷികൾ 1 സീറ്റ് വരെയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശിവനാണ്. ശിവനിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ NDA സഖ്യവും 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സീതാമർഹിയാണ്. സീതാമർഹിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഭഗൽപൂരാണ്. ഭഗൽപൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ദർഭംഗയാണ്. ദർഭംഗയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാർ നിയമസഭയിലെ ആകെയുള്ള 243 സീറ്റുകളിൽ NDA സഖ്യം 119 സീറ്റുകൾ വരെയും ഇന്ത്യ സഖ്യം 117 സീറ്റുകൾ വരെയും മറ്റുള്ളവർ 7 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത.